നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കെ.സി. വേണുഗോപാൽ. കർഷകരെ കൊലക്ക് കൊടുക്കുന്ന കർഷകദ്രോഹ സർക്കാർ ലോകത്ത് വേറെയില്ലെന്നും കെ.സി. വേണുഗോപാൽ. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതായി കെ. മുരളീധരൻ എം.പി. ഇതിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ പലസ്തീൻ വിഷയവുമായി ഇപ്പോൾ രംഗത്തെത്തിയെന്നും കുറ്റപ്പെടുത്തൽ. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ. ചൊവ്വാഴ്ച പതാക ഉയർത്തലോടെ തുടക്കമാവും. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ. കർഷകരെ കൊലക്കു കൊടുക്കുന്ന കർഷകദ്രോഹ സർക്കാർ ലോകത്ത് വേറെയില്ലെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. കർഷകൻ ആത്മഹത്യ ചെയ്തത് ഏറെ സങ്കടകരവും വേദനാജനകവുമാണ്. കൃഷി ചെയ്ത കർഷകർക്ക് പണം കൊടുക്കാതെ ഈ സർക്കാരിന്റെ പരിഗണന 50 കോടി ചിലവിൽ കേരളീയം നടത്താനാണെന്നും കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. കടം വാങ്ങുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത സർക്കാർ ധൂർത്ത് നടത്തിയിട്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏറെ സങ്കടകരവും വേദനാജനകവുമാണ്. ഇത് ഒന്നാമത്തെ അല്ല ആത്മഹത്യ. നേരത്തെ അമ്പലപ്പുഴയിലൊരു കർഷകൻ ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം അവിടെ ഉണ്ടായി. കുട്ടനാട്ടിലെ കൃഷിക്കാരാണ് സത്യത്തിൽ കേരളത്തിലെ നമ്മുടെ എല്ലാം ഭക്ഷണം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള നെല്ല് നൽകുന്ന കൃഷിക്കാർ. അവരുടെ കഷ്ടപ്പാടും വേദനയും വളരെ വലുതാണ്. അവർ കൊടുത്ത നെല്ലിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. സപ്ലൈക്ക് വഴി ഏൽപ്പിച്ചു. ഇങ്ങനത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. സപ്ലൈക്ക് വൻ കുടിശ്ശിക. ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണ്? മുൻഗണന എന്താണ്? കൃഷിക്കാരൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ നെല്ലിന് പൈസ കൊടുക്കാനുള്ള ഒരു പരിഗണനയും മുൻഗണനയും ഇല്ലെങ്കിൽ ഇതുപോലെ കർഷകദ്രോഹ സർക്കാർ വേറെ ഉണ്ടോ രാജ്യത്ത്? എങ്ങനെ ഗവൺമെൻറ് സമാധാനം? ഒരു സംഭവം ഉണ്ടായാൽ ഇതിന് മുൻപൊരു ആത്മഹത്യ നടന്നു. അപ്പോൾ ഞങ്ങളെല്ലാ വിഷയം ചൂണ്ടിക്കാണിച്ചു. സർക്കാർ മുന്തിയ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് കൊടുക്കാതെ വീണ്ടും വീണ്ടും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷിക്കാരന് കിട്ടേണ്ട, അവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പാടുപെട്ടുണ്ടാക്കി ആ കൃഷി ചെയ്ത നെല്ലിൻ്റെ കൂലിയാണ് അവൻ ചോദിക്കുന്നത്, അല്ലാണ്ട് ഔദാര്യമല്ലല്ലോ ചോദിക്കുന്നത്. അതുപോലും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനായി ഭരണത്തിൽ ഇരിക്കുന്നത്? ഇറങ്ങി പോകുന്നതല്ല നല്ലത്. വളരെ സങ്കടകരമാണ് ആ കാര്യം. സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഉണ്ടാവാതിരിക്കും? നിങ്ങളുടെ സാമ്പത്തിക മാനേജ്മെന്റിന്റെ മിടുക്കല്ലേ ഈ സാമ്പത്തിക പ്രതിസന്ധി? കടം വാങ്ങിക്കുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല. ആ പലിശകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. റിസോഴ്സ് മൊബിലൈസേഷന് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുമില്ല. ഇവിടെ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള സാമ്പത്തിക മാനേജിന് പകരം അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നാണ് കേരളീയം നടത്തുക. 27 കോടി അതിനു വേണ്ടി 50 കോടിയോളം ചിലവാക്കിയെന്നാണ് പറയുന്നത്. അവരുടെ പ്രയോറിറ്റി അതല്ലേ? അതിനൊരു വിട്ടുവീഴ്ചയില്ല. മന്ത്രിമാരുടെ ദൂരത്തിന് വിട്ടുവീഴ്ചയില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം. പക്ഷെ കൃഷിക്കാരൻ്റെ നെല്ലിന് പൈസ കൊടുക്കണ്ട, ക്ഷേമ പെൻഷനുകളൊന്നും കൊടുക്കണ്ട. ഇതെങ്ങനെ ഒരു സർക്കാർ ഇങ്ങനെ? ഇതാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ? ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ക്വിസ് മത്സരത്തിൽ കണ്ണൂർ നോർത്ത് സബ് ജില്ലാതല മത്സരങ്ങൾ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. യുവജനക്ഷേമ ബോർഡ് സംസ്ഥാന ചെയർമാൻ എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയെ കൊന്നതിന്റെ ഭാഗമായി ഒറ്റ കേസ് നാഗൂറാം വിനായകോത്സവയുടെ കൂടെ ഇന്ത്യ തൂക്കിലേക്കിയ മറ്റൊരാൾ കൂടിയുണ്ട്. നാരായണനാഥ്. അതിനാണ് വിചാരണ പറയുന്നത്. നാരായണനാഥ് മാത്രമല്ല, ഈ കൊലക്കേസിൽ 8-9 പേരെ വിചാരണ നടത്തിയിരുന്നു. ആ വിചാരണത്തിന്റെ പേരറിയോ? അതിൽ പലരെ ശിക്ഷിച്ചിരുന്നു. വ്യത്യസ്ത ഒരാൾക്ക് പെട്ടെന്ന് തോന്നിയ വിദേശത്തിൽ തോന്നിയ കൊലപാതകമല്ലോ. വ്യത്യസ്ത ഭൂപ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ 9 പേർ ഒരു കൊലക്കേസിന്റെ ഭാഗമായി വിചാരണ നേരിട്ടു. 2 പേരെ തൂക്കിലേറ്റി. പക്ഷെ നമ്മൾ ഇപ്പോൾ പറയുന്നത് എന്താ? നാഗൂറാം വിനായകോത്സവയുടെ പേര് മാത്രമാണ്. 2 പേരെ തൂക്കിലേറ്റിയ കേസാണ്. നാരായണനാഥയെ തൂക്കിലേറ്റിയിരുന്നു. അതിൽ ഗോപാൽ ഗോഡ്സെ ഉണ്ടായിരുന്നു. വിചാരണ നേരിട്ടതിൽ സവർക്കർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിദ്യാഭ്യാസമാണ് വിജ്ഞാനം. CPM കണ്ണൂർ ഏരിയ സെക്രട്ടറി കെ.പി. സുധാകരൻ അധ്യക്ഷത വഹിച്ചു. KSDA സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OC പ്രസന്നകുമാരി, സ്കൂൾ പ്രിൻസിപ്പൽ മനോജ്, ദേശാഭിമാനി മാനേജർ സന്ദീപ് കൃഷ്ണൻ, PK പ്രദീപൻ, മനോജ് കുമാർ, KP ശശി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ തല മത്സരങ്ങളിൽ വിജയികളായ LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി 200-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്തു. സബ് ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1, 2, 3, 4 സ്ഥാനം നേടുന്ന വിദ്യാർത്ഥികൾ ഗ്രൂപ്പായാണ് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുക. ഈ വർഷത്തെ അക്ഷരമുറ്റം സംസ്ഥാനതല മത്സരം ഡിസംബർ 2 കണ്ണൂരിൽ നടക്കും. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി കോളേജുകളിലെ NSS വിദ്യാർത്ഥികൾക്കായുള്ള ക്യാമ്പസ് തല ജില്ലാ ദ്വിദിന ക്യാമ്പ് പയ്യന്നൂർ കോളേജിൽ നടന്നു. 10, 11 തീയതികളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം
കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA വിജിൻ നിർവഹിച്ചു. ഒരു പ്രഖ്യാപനത്തിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല മാലിന്യ പ്രശ്നം. എന്തായാലും നമ്മൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാണ്, അത്രയും ചെയ്തു. പക്ഷെ മാലിന്യ പ്രശ്നത്തെ ഒരു പ്രത്യേക വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ മതി ആ പഞ്ചായത്ത് വലിച്ചെറിയൽ മുക്തമല്ല എന്ന് വരുത്താൻ. കാരണം എന്താ, ഒരാൾ വലിച്ചെറിഞ്ഞാൽ ക്യാമ്പയിൻ പ്രശ്നമായി. ഇതാണ് ഈ മാലിന്യ പ്രശ്നത്തിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ നമുക്ക് പേപ്പർ പ്ലേറ്റ്, പേപ്പർ ഗ്ലാസിന് പകരമുണ്ട്. ഇപ്പോ നമ്മുടെ പാളയുടെ പ്ലേറ്റ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ആവശ്യത്തിലധികം ഇപ്പൊ പാള കിട്ടാനില്ല എന്നതാണ് ഇവർ അഭിമുഖീകരിക്കുന്നത്. പ്രകൃതി സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം, ജലാശയ സംരക്ഷണം, ഇതിനെല്ലാം സഹായകരമായ വിധത്തിൽ മാലിന്യ സംസ്കരണം, ജലസാക്ഷരത, ഹരിതവൽക്കരണം തുടങ്ങിയ മേഖലകളിൽ യുവതലമുറയുടെ നേതൃപരമായ ഇടപെടൽ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിലെ ഉത്തരമേഖലയിലെ 19 കോളേജുകളിലെ NSS യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ സുനിൽ കുമാർ സംബന്ധിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥന, കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥി ക്ഷേമ വിഭാഗം ഡയറക്ടറും NSS കോർഡിനേറ്ററുമായ ഡോക്ടർ TP നഫീസ ബേബി, ഹരിത കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ EK സോമശേഖരൻ, ഹരിതകർമ്മസേന കുഞ്ഞിമംഗലം കൺസോഷ്യം പ്രസിഡന്റ് പ്രസന്ന, പയ്യന്നൂർ കോളേജ് സ്റ്റുഡന്റ് യൂണിയൻ ചെയർമാൻ അർജുൻ VP, IQAC കോർഡിനേറ്റർ ഡോക്ടർ PR സ്വരൻ, NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രീൻ ബ്രിഗേഡ് പയ്യന്നൂർ കോളേജ് കോർഡിനേറ്റർ ഡോക്ടർ TV സുരേഖ ക്യാമ്പിൽ പങ്കെടുത്തു. നണിയൂർ നമ്പ്രം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. 10, 11, 12, 13 തീയതികളിലായാണ് ക്ഷേത്രോത്സവം നടത്തുന്നത്. 13-ാം തീയതി മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടിയുയരും. ഇതോടുകൂടി കണ്ണൂർ ജില്ലയിലെ മുച്ചിലോട്ട് ഭഗവതി കാവുകളിലെ ഉത്സവങ്ങൾക്ക് തുടക്കമാകും. ഇനി ഒരിടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് KC വേണുഗോപാൽ. കർഷകരെ കൊലക്ക് കൊടുക്കുന്ന കർഷകദ്രോഹ സർക്കാർ ലോകത്ത് വേറെയില്ലെന്നും KC വേണുഗോപാൽ. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതായി K മുരളീധരൻ MP. ഇതിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ പലസ്തീൻ വിഷയവുമായി ഇപ്പോൾ രംഗത്തെത്തിയെന്നും കുറ്റപ്പെടുത്തൽ. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ. ചൊവ്വാഴ്ച പതാക ഉയർത്തലോടെ തുടക്കമാകും. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. MMR കേറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് കണ്ണൂർ. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ്, നോൺ വെജ് വിഭവങ്ങളും. ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR കേറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് കണ്ണൂർ. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, കൃത്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR കേറ്ററിംഗ്, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744 323436. MMR കേറ്ററിംഗ്.
മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തും കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫാലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടുവെന്ന് K. മുരളീധരൻ MP. ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് പാലസ്തീൻ വിഷയവുമായി CPM രംഗത്തെത്തിയത്. പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം അല്ല ഇതിന് പിന്നിൽ, ഭരണപരാജയം മറച്ചുവെക്കലാണ്. പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ നേതാക്കളെ ചാട്ടവാർ കൊണ്ട് അടിക്കുമെന്നും K. മുരളീധരൻ MP പറഞ്ഞു. ഒരു ഭാഗത്ത് കാശില്ല, മറുഭാഗത്ത് കാശ് കയ്യിലില്ലാത്തവരെ സമ്പന്നരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സൈബർ ഗുണ്ടകൾ ആക്രമണം നടത്തുന്നത്. അപ്പോൾ എത്ര സൈബർ ഗുണ്ടകൾ ആക്രമണം നടത്തിയാലും ശരി, ഈ സർക്കാരിൻ്റെ ഭരണ പരാജയം ഇന്ന് ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് പാലസ്തീൻ വിഷയവുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിഷയത്തിൽ പാലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിനേക്കാൾ ഉപരിയായി സ്വന്തം പരാജയം മറച്ചു വയ്ക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പാലസ്തീൻ വിഷയത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. എല്ലാ കാലത്തും കോൺഗ്രസ് പാലസ്തീൻ ജനതയോടൊപ്പമാണ്. അതിന് ഞങ്ങൾക്ക് പിണറായിയുടെയോ ഗോവിന്ദ മാഷിയോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പാലസ്തീനിൽ ഇസ്രായേലികൾ നടത്തുന്ന വംശഹത്യയെ പ്രമേയമാക്കി പിലാത്തറ വിളയാങ്കോട് ഇബിൻ അൽ ഹൈഥം അക്കാദമി പാലസ്തീനിയേഷൻ എന്ന പേരിൽ നവംബർ 13 മുതൽ 19 വരെ പാലസ്തീൻ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13 വൈകുന്നേരം 4:30 അഭിനേത്രിയും സാമൂഹിക പ്രവർത്തകയുമായ ജോളി ചെറിയത്ത് ഫിലിം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. സ്കൂള് ഇതൊക്കെ തുടങ്ങിയ വാദിഹുദ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പുതിയ അക്കാഡമി സിസ്റ്റമാണ് ഇബ്നുൽ ഹൈത്തം അക്കാഡമി. ആ ഇബ്നുൽ ഹൈത്തം അക്കാഡമിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഫലസ്തീനിയൻ പ്രശ്നങ്ങൾ, ഒക്ടോബർ 7 മുതൽ ഫലസ്തീനിലുണ്ടാകുന്ന ഈ വിഷയങ്ങൾ. കേവലം അത് ഒക്ടോബർ 7 മുതൽ തുടങ്ങുന്നതല്ല, കഴിഞ്ഞ 75 വർഷങ്ങളായിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മാധ്യമപ്രവർത്തകരായ നിങ്ങളോടത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് പലയിടങ്ങളിലും പല ഐക്യദാർഢ്യ പരിപാടികൾ, പല രീതിയിലുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ അക്കാഡമി എന്നുള്ള രീതിയിൽ ഞങ്ങളും ഈ ഒരു ഐക്യദാർഢ്യത്തിൽ പങ്കുചേരുകയാണ്. സോ ഞങ്ങൾ നവംബർ 13 മുതൽ 19 വരെ വിളയങ്കോട്, കണ്ണൂർ വിളയങ്കോടുള്ള വാദിസലാം റെസിഡൻഷ്യൽ അക്കാഡമിയിൽ ഇബ്നുൽ ഹൈത്തം അക്കാഡമി ഒരു ഫിലിം ഫെസ്റ്റിവൽ ക്യാമറ ഒബ്സ്ക്യൂറ എന്നുള്ളൊരു പേരിൽ സംഘടിപ്പിക്കുകയാണ്. ഇപ്രാവശ്യത്തെ അതിൻ്റെ തീം പാലസ്തീനിയനൈസേഷൻ ഓൺ സെറ്റിലർ കൊളോണിയലിസം, ജനോസൈഡ് ആൻഡ് റെസിസ്റ്റൻസ്. ഈ ഒരു തീമിൽ നവംബർ 13 മുതൽ 19 വരെ
വാത്സലം റെസിഡൻഷ്യൽ അക്കാഡമിയിൽ സംഘടിപ്പിക്കുക. ഫിലിം ഫെസ്റ്റിനനുബന്ധമായ അക്കാദമിക് സെമിനാർ, ഓപ്പൺ ഫോറം, പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമായി നടക്കും. വിവിധ സെഷനുകളിലായി പ്രൊഫസർ PK പോക്കർ, സൂഫി ഗായകൻ സമീർ ബിൻസി, എഴുത്തുകാരൻ മുഹമ്മദ് ഷമീം, ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ PK ഹംസ അബ്ബാസ്, മീഡിയ വൺ അക്കാദമിക് പ്രിൻസിപ്പൽ ഡോക്ടർ PK സാദിഖ്, ഡോക്ടർ സൈഫുദ്ദീൻ കുഞ്ഞ്, എഴുത്തുകാരി ലദീന ഫർസാന, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഷാമിൽ ബിൻ അഷ്റഫ്, B. അഫ്നിദ, സുഹാന സലാഹ്, യാസിൻ ഫയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തീരദേശവാസികളോടുള്ള അവഗണനയ്ക്ക് പിണറായി സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച ഫണ്ട് എത്രയും വേഗം വിനിയോഗിക്കണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് BJP കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ N. ഹരിദാസ് നടത്തിയ തീരദേശ യാത്രയുടെ സമാപന പരിപാടി നീർക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. കഴിഞ്ഞ 9 വർഷക്കാലം രാജ്യത്തെ തീരദേശ ജനതയുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കേന്ദ്രം തീരദേശവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്കായി സംസ്ഥാനങ്ങൾക്ക് നൽകി. കേരളത്തിനും കോടിക്കണക്കിന് രൂപ നൽകിയിട്ടുണ്ട്. എന്നാൽ കടക്കെണിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന പിണറായി സർക്കാർ ഫണ്ട് മുഴുവനും വകമാറ്റി ചെലവഴിക്കുകയായിരുന്നു. എന്നാൽ ഇതിനെല്ലാം വ്യക്തമായ കണക്കും രേഖകളും സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടി രൂപയുടെ ഫണ്ട് കേരളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ഫണ്ടിനെ കുറിച്ച് ഇവിടെ ക്യാബിനറ്റ് മിനിസ്റ്റർ വരികയും ഈ വകുപ്പ് മന്ത്രി ഇരിക്കുകയും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തു, കോഴിക്കോട് യാത്ര ചെയ്തു, കൊച്ചിയിൽ യാത്ര ചെയ്തു മന്ത്രിയോടൊപ്പം. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഫിഷറീസ് മേഖലയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരമില്ല, കണക്കില്ല. ഇവര് പറയുന്നത് എന്താണ്? കേരളം കടക്കണിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ പണം തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുന്ന പണം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് കിട്ടിയ സ്ത്രീധന തുകയല്ല, ഇന്ത്യയിലെ ജനങ്ങൾ നികുതി അടയ്ക്കുന്ന പണമാണ്. കേന്ദ്രത്തിൽ ആദ്യമായി തീരദേശ മേഖലയ്ക്ക് മന്ത്രിയെ നിയമിച്ചത് തന്നെ മോദി സർക്കാരിന്റെ മത്സ്യത്തൊഴിലാളികളോടുള്ള, തീരദേശവാസികളോടുമുള്ള സ്നേഹം വ്യക്തമാക്കുന്നതാണ്. കേന്ദ്ര തീരദേശ വകുപ്പ് മന്ത്രി പലതവണ കേരളം സന്ദർശിച്ച് കണക്കുകളും കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് മിണ്ടാട്ടമില്ലാത്ത സ്ഥിതിയാണ്. സ്വന്തം കുടുംബത്തിന്റെ ഉയർച്ച മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുന്ന പിണറായി ഭരണത്തിൽ നാട്ടിലെ പ്രജകൾ പെൻഷൻ പോലും ലഭിക്കാതെ പിച്ചച്ചട്ടിയുമായി നടക്കുന്ന ദയനീയ കാഴ്ചയാണുള്ളതെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. നാട് മുഴുവൻ വെട്ടിപ്പും തട്ടിപ്പും മാത്രമേ ഉള്ളൂ. സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് ധൂർത്ത് നടത്തുകയാണ്. ബാങ്കുകൾ ഭരണപക്ഷ പാർട്ടിക്കാർ തന്നെ കൊള്ളയടിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. യോഗത്തിൽ BJP അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് S. വിജയ് അധ്യക്ഷത വഹിച്ചു. ദേശീയ സമിതി അംഗം PK വേലായുധൻ, SC മോർച്ച സംസ്ഥാന ട്രഷറർ K. രതീഷ്, OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി സ്മിത ജയമോഹൻ, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൈലി വാത്യാട്ട്, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജു ഏളക്കുഴി, MR സുരേഷ്, സംസ്ഥാന കൗൺസിൽ അംഗം ബേബി സുനാഗർ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് റീന മനോഹരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് TC മനോജ്, വിനീഷ് ബാബു, PK ശ്രീകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി VK ഷൈജു സ്വാഗതവും OK സന്തോഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. ഇന്നലെ രാവിലെ തലശ്ശേരി തലായിൽ നിന്നും ആരംഭിച്ച യാത്ര രാത്രിയോടെയാണ് നീർക്കടവിൽ സമാപിച്ചത്. നവംബർ 14 കണ്ണൂരിൽ നടക്കുന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ 59ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു. മാധ്യമങ്ങളിലെ കരാർവൽക്കരണം എന്ന വിഷയത്തിൽ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സെമിനാർ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സമരം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നുള്ളത്. സ്ഥിരം ജോലി എന്ന ഒരു സങ്കല്പം തന്നെ ഇല്ലാതാവുന്ന നിലയിലേക്ക് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ ഏറിയ പങ്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ട സ്ഥിരം തൊഴിൽ എന്ന് പറയുന്നത് ഒരു സങ്കല്പമായി മാറുകയും കരാർ നിയമനത്തിന് സാധുത നൽകുകയും ചെയ്യുന്ന വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. നമ്മുടെ സഹപ്രവർത്തകർക്കിടയിൽ തന്നെ ഒട്ടേറെ പേർ കരാർ ജോലിക്കാരായി ദീർഘകാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് കരാർ ജോലിയിൽ തുടരുന്ന പല മാധ്യമ പ്രവർത്തകരും നമുക്കൊപ്പം തന്നെയുണ്ട്. ഒരു സ്ഥിരം ജോലിയുടെ സുരക്ഷിതത്വത്തിൽ നിന്നെല്ലാം തന്നെ അകലെയാണ് അവരെല്ലാവരും. അത് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കഴിഞ്ഞകാല സംഭവങ്ങളിൽ നിന്ന്, സമീപകാല സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മാധ്യമ മേഖലയിൽ സ്ഥിരം ജീവനക്കാർക്ക് പോലും തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത് അപ്രാപ്യമാകുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ്
നമ്മൾ ഈ കരാർവൽക്കരണത്തിലേക്ക് പതുക്കെ ചുവടുവെക്കുന്നത്. കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സിജി ഉലഹന്നാൻ അധ്യക്ഷത വഹിച്ചു. CIT സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ, INTUC സംസ്ഥാന പ്രസിഡന്റ് VV ശശീന്ദ്രൻ, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ, STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം, BMS ജില്ലാ സെക്രട്ടറി M വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമ മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കരാർവൽക്കരണം, നിർബന്ധിത രാജി, ശമ്പള നിഷേധം എന്നീ പ്രശ്നങ്ങൾ സെമിനാറിൽ സംസാരിച്ചവർ ചൂണ്ടിക്കാട്ടി. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനം നവംബർ 14 കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ നടക്കും. ചൊവ്വാഴ്ച രാവിലെ 9 പതാക ഉയർത്തലോടെ സമ്മേളനത്തിന് തുടക്കമാകും. 10 ജനറൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് അവതരണം നടക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം രാവിലെ 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പതാക ഉയർത്തലോടെ സമ്മേളന നടപടികൾ തുടങ്ങുകയാണ്. അതിന് പിന്നാലെ തന്നെ ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കും. വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ അവതരിപ്പിക്കും. 11 മണിക്ക് മുഖ്യമന്ത്രിയാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പത്രപ്രവർത്തക യൂണിയന്റെ നവീകരിച്ച വെബ്സൈറ്റിന്റെ ലോഞ്ചും മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കും. ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുക്കും. യൂണിയന്റെ നവീകരിച്ച വെബ്സൈറ്റിന്റെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടന സദസ്സിൽ മുഖ്യാതിഥിയായിരിക്കും. യൂണിയന്റെ നിയമ പോരാട്ടങ്ങളിലെ വഴികാട്ടിയായ മുൻ ലോക്സഭാ MPയും മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് തമ്പാൻ കെ തോമസിനെ വേദിയിൽ ആദരിക്കും. മേയർ TO മോഹനൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ എന്നിവർ ആശംസകൾ നേരും. മാധ്യമ മേഖലയും മാധ്യമപ്രവർത്തകരും തൊഴിൽപരമായ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തിലാണ് യൂണിയന്റെ വാർഷിക സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നത്. അത്തരം പ്രതിസന്ധികളും യോഗം വിശദമായി ചർച്ച ചെയ്യും. കേരളത്തിന് ുനിന്നും പുറത്തുനിന്നുമായി 1000-ഓളം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന് മുന്നോടിയായുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം 13 ഉച്ചയ്ക്ക് 2 കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടക്കും. 13 വൈകിട്ട് 7 മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ റംഷി പട്ടുവം നയിക്കുന്ന നാടൻ പാട്ട് മേളയും നടക്കും. പത്രസമ്മേളനത്തിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത, പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജി ഉലഹന്നാൻ, സെക്രട്ടറി K വിജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് പുത്തലത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ PR സജീവന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പുത്തൂർ പലേരിത്തട്ട് ഭാഗത്തു നിന്നും ഉടമസ്ഥർ ഇല്ലാത്ത ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ 115 ലിറ്റർ വാഷ് കണ്ടെടുത്തു. സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിനീഷ് K, കലേഷ് M, എക്സൈസ് ഡ്രൈവർ അജിത്ത് PV തുടങ്ങിയവരുമുണ്ടായിരുന്നു. കണ്ണൂർ ഹൃദയാരം കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് കൗൺസിലിംഗിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹാർട്ടിന്റെ നേതൃത്വത്തിൽ സ്നേഹോത്സവം സംഘടിപ്പിച്ചു. സ്നേഹോത്സവം KK ശൈലജ ടീച്ചർ MLA ഉദ്ഘാടനം ചെയ്തു. ഹൃദയാരം കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് കൗൺസിലിംഗിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹാർട്ടിന്റെ നേതൃത്വത്തിലാണ് സ്നേഹോത്സവം സംഘടിപ്പിച്ചത്. ശിക്ഷക് സദനിൽ നടന്ന പരിപാടി KK ശൈലജ ടീച്ചർ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ധന്യമുഹൂർത്തമാണ്. ഹാർട്ട് സ്നേഹോത്സവം 2023 ഔപചാരികമായ ഉദ്ഘാടനം നമുക്ക് ഏറെ പ്രിയപ്പെട്ട KK ശൈലജ ടീച്ചർ നിർവഹിക്കുന്നു. അപ്പോൾ ടീച്ചർ എന്തായാലും വരാതിരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. മറ്റ് ചില പരിപാടികൾ ഇന്ന് 10 മണിക്ക് ഞാൻ പങ്കെടുക്കേണ്ട പരിപാടി അവിടെ നടക്കുന്നുണ്ട്. എന്നാലും ഇവിടെ നിങ്ങളുടെ കൂടെ കുറേ സമയം ചെലവഴിക്കുക എന്നുള്ളത് എൻ്റെ കൂടി ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നി. ഇവിടെ ക്ഷണിച്ചതിന് ഞാൻ ഒന്നുകൂടി നന്ദി പറയുകയാണ്. 2-2.5 കൊല്ലം കഴിഞ്ഞു ഞാൻ മിനിസ്റ്ററുടെ പദവി കഴിഞ്ഞിട്ട്. കുറേ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറി പുതിയ കാര്യങ്ങൾ വന്ന് സ്ഥാനം പിടിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോഴാണ് പഴയ ഓർമ്മകളുടെ ഒരു കോടികളൊക്കെ തന്നെ ഉണ്ടാകുന്നത് മനസ്സിൽ. അപ്പോൾ ഞാൻ ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഭാഗം എൻ്റെ കുട്ടിക്കാലവും എൻ്റെ അമ്മമ്മയുടെ അനുഭവമൊക്കെയാണ്. എൻ്റെ അമ്മയുടെ അമ്മ വളരെ ധീരയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അന്ന് ഇന്നത്തെ നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷമായിരുന്നു. ഡോക്ടർ C. ജ്യോതിസ് പാലക്കൽ, റിനേഷ് VV, ഡോക്ടർ സിസ്റ്റർ ട്രീസ പാലക്കൽ, ഡോക്ടർ ലതീഷ് KV, ലിഷ K തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അറിവരങ്ങ്, ബാച്ച് തല സംഗമം, ചർച്ച, അവതരണം, സർട്ടിഫിക്കറ്റ് വിതരണം, ഓർമ്മ സമ്മാനം, സ്നേഹമധുരം എന്നിവ നടന്നു. ഇനി വാണിജ്യം. റിലയൻസിന്റെ കേരളത്തിലെ വാല്യൂ ഫോർ സ്മാർട്ടിലെ സൂപ്പർ മാർക്കറ്റ് ചെയിനിലെ 250ാമത്തെ കട കണ്ണൂർ കക്കാട് പ്രവർത്തനം ആരംഭിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാം എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. 2800-ലധികം ഉൽപ്പന്നങ്ങൾ ഇവിടെ ഓഫറിൽ ലഭിക്കും. ബുധനാഴ്ചകളിലും ആഘോഷ നിമിഷങ്ങളിലും ഇവിടെ പ്രത്യേകം ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട്.
നിത്യോപയോഗ സാധനങ്ങൾ കണ്ണൂരിൽ ഇത്രയും വിലക്കിഴിവിൽ ലഭിക്കുന്ന മറ്റൊരു സൂപ്പർ മാർക്കറ്റ് ഇല്ല. എല്ലാ ബുധനാഴ്ചകളിലും പച്ചക്കറി, ഗ്രോസറി ഇനങ്ങൾക്ക് വമ്പിച്ച ഓഫറുകളാണ് നൽകുന്നത്. കൂടാതെ മാസത്തിലെ ആദ്യത്തെ ദിവസം, മറ്റ് ആഘോഷ സമയങ്ങൾ എന്നീ ദിവസങ്ങളിലും ഓഫറുകൾ ഇവിടെ ലഭ്യമാണ്. നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മൊത്തത്തിലൊരു എല്ലാ സാധനത്തിനും നമ്മൾ കണ്ണൂർ ടൗണിൽ അതനുസരിച്ച് ഈ സ്ഥാപനം വന്നതോടുകൂടി നമുക്കൊരു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഈ റിലയൻസിൻ്റെ സ്മാർട്ട് വന്നതിനോടുകൂടി കക്കാടുകാർക്കൊരു സൗകര്യം കിട്ടിയെന്ന് ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതുകൂടാതെ ഒരു മാർക്കിംഗ് പോയിൻറ്റും കൂടിയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ കൂടെ. തുടർന്നും എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഒരു വീട്ടിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. ഈ കക്കാട് ഭാഗത്ത് നമുക്ക് നല്ല എല്ലാ സാധനവും കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ അതുകൊണ്ട് കണ്ണൂരിലോളം പോകണ്ട. ഞാൻ കണ്ടെത്തോളം ഇവിടെ എല്ലാ സാധനമുണ്ട്. വിലകൾ ഞാൻ പ്രത്യേകം നോക്കിയിട്ടില്ല. പക്ഷേ പൊതുവേ ഇവരുടെ പ്രൈസിങ് ബെറ്റർ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. റിലയൻസിൻ്റെ കേരളത്തിലെ വാല്യൂ ഫോർമാറ്റിലെ സൂപ്പർ മാർക്കറ്റ് ചെയിനിൽ 250ാമത്തെ കടയാണിത്. കണ്ണൂർ കക്കാട് ഇന്ന് നമ്മൾ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തുള്ള, അതായത് നമ്മൾ വീട്ടിലെ തൊട്ടടുത്ത് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കട. ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2800ഓളം പ്രോഡക്ട്സുകൾ, 4600 ലൈൻ ഐറ്റംസ് ഇവിടെ എല്ലാ ദിവസവും ഓഫറിലായിട്ട്, MRPയിൽ താഴെയായിട്ട് ഓഫറിലായിട്ട് ഇവിടുത്തെ കണ്ണൂർ കക്കാടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥാപനം കണ്ണൂർ കക്കാടിന് ഞങ്ങൾ സമർപ്പിച്ചേക്കുവാണ്. എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും കക്കാടുള്ള ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ തിരിച്ച് റിട്ടേൺ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഓഫർ ബുധനാഴ്ചകളിൽ സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ടാവും. പച്ചക്കറിക്കായാലും അതേപോലെ ഗ്രോസറി ഐറ്റംസിനായാലും വീക്കെൻഡ്സിൽ ഓഫേഴ്സ് ഉണ്ടാവും. മന്ത് സ്റ്റാർട്ടിങ്ങിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടാവും. അതേപോലെ മേജർ ഫെസ്റ്റിവൽ ടൈമിൽ കണ്ണൂർ കക്കാടിൽ ഇതുവരെ ഇല്ലാത്തൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കാൻ ഞങ്ങളതായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഇതിലോട്ട് വന്ന് ആ ഒരു നമ്മൾ ഒരുക്കിയ ഈ സൗകര്യങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ് നമ്മളുള്ളത്. ധനലക്ഷ്മി വീവിംഗ് മില്ലിന്റെയും ധനലക്ഷ്മി ഹോസ്പിറ്റലിന്റെയും ചെയർമാനായ CM വത്സരാജ്, മകൻ വിക്രം വത്സരാജ്, ബിൽഡിംഗ് ഓണർ CM രമേശൻ, CPM കണ്ണൂർ ഏരിയ കമ്മിറ്റി മെമ്പർ കാടൻ ബാലകൃഷ്ണൻ, വാർഡ് കൗൺസിലർ പനിയൻ ഉഷ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5555 രൂപ, പവന് 44,440 രൂപ, വെള്ളി 76 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് KC വേണുഗോപാൽ. കർഷകരെ കൊലക്ക് കൊടുക്കുന്ന കർഷകദ്രോഹ സർക്കാർ ലോകത്ത് വേറെയില്ലെന്നും KC വേണുഗോപാൽ. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതായി K മുരളീധരൻ MP. ഇതിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ പലസ്തീൻ വിഷയവുമായി ഇപ്പോൾ രംഗത്തെത്തിയെന്നും കുറ്റപ്പെടുത്തൽ. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ. ചൊവ്വാഴ്ച പതാക ഉയർത്തലോടെ തുടക്കമാവും. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.